വിവേകും. ആരാന്ന്? സാറ് ആരാന്നാ പറഞ്ഞത്? അത് പിന്നെ അത് പിന്നെ ബാക്കി പറ. അത് പിന്നെ ഏട്ടൻ വിവേകിനെയും കൂട്ടി ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. ഏട്ടൻ പോയിക്കോ ഏട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. തൽക്കാലം ഞാൻ വിട്ടിരിക്കുന്നു. അല്ല, ഇത് എപ്പോ തുടങ്ങി ഈ ചേഞ്ച്? നിങ്ങൾ എന്നെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? ഇപ്പോ ഫുൾ ടൈം ഏട്ടൻ ഏട്ടൻ തന്നെ വിളി. എന്നെ കൊണ്ട് വിളിപ്പിക്കുന്ന ആരതി? വിളിപ്പിക്കുന്നതായിക്കോട്ടെ, പക്ഷേ നിന്റെ ആ സാറ് വിളിങ്ങ് പോയി കിട്ടിയല്ലോ. എടി, നീ ഏട്ടാന്ന് വിളിക്കുന്നത് കേൾക്കാൻ എന്ത് ഭംഗിയെന്നറിയോ? തുടങ്ങി. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് ഭംഗിയാ. പേണങ്ങളേടി. എന്നാലേ നന്ദിനിയുടെ ഏട്ടൻ പോയിക്കോളൂ. ഞാൻ നന്ദിനിയെ ഒരുക്കിയിട്ട് നന്ദിനിയുടെ ഏട്ടന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. കേട്ടോ നന്ദിനിയുടെ ഏട്ടാ? അതെ, ഞങ്ങൾ അങ്ങോട്ട് പോവാ. നന്ദിനി എടുക്കണം കേട്ടോ. അപ്പൊ ഓക്കെ, ചേഞ്ച്. ഞാൻ പറഞ്ഞത് നല്ല തമാശയായിരുന്നു അല്ലേ? തമാശ പറയണമെങ്കിൽ ഞാൻ തന്നെ വേണം. വിജയ് അല്ലെങ്കിൽ സൂപ്പർ അല്ലേ? വിജയ് ഒരു മിനിറ്റ്. ഇതാരാ? ബാക്കി തമാശ ഞാൻ വന്നിട്ട് പറയാം. ഓ ആയിക്കോട്ടെ. വിജയ് എങ്ങനുണ്ട്? എന്തിനാ ഞാൻ വിശേഷിച്ച് പറയുന്നത്? ഇന്ദ്രജ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ എല്ലാവരും കൂടെ നോക്കിയ നോട്ടം കണ്ടില്ലേ? അവരുടെ കാര്യം പോട്ടെ, വിജയ്ക്ക് എന്ത് തോന്നുന്നു? എനിക്കാണെങ്കിൽ വേദയുടെ കാര്യം ആലോചിച്ചിട്ട് കഷ്ടം തോന്നുന്നു. അതെന്താ? അവളെ എത്ര നേരമായിട്ട് കഷ്ടപ്പെട്ട് ഒരുങ്ങുന്നെന്ന് അറിയാവോ? അതിരാവിലെ തുടങ്ങിയതല്ലേ ശരീരം മുഴുവൻ ഓരോന്ന് തേച്ച് പിടിപ്പിക്കാൻ. പക്ഷേ എത്ര അവൾ ഒരുങ്ങിയാലും എന്റെ ഇന്ദ്രുവിനൊപ്പം എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏയ് അത്രയ്ക്കൊന്നും വേണ്ട, അവള് ഗംഭീരായിട്ട് തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നില്ല. എന്താ ഭാര്യയും ഭർത്താവും കൂടെ മാറിയെന്ന് സംസാരിക്കുന്നേ? കഴിഞ്ഞില്ലേ രണ്ടുപേരുടെയും കൊച്ചു വർത്താനം? അങ്ങനെ പെട്ടെന്ന് കഴിയാൻ പാടുണ്ടോ ആന്റി? അങ്കിളും ആന്റിയും തമ്മിൽ കുറച്ചു മുൻപേ മാറി നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. ഓ, അവിടേക്ക് എത്തുമോ നിന്റെ കണ്ണ്? ഒരുക്കം നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിന്നെ കണ്ട നീയാണ് കല്യാണപ്പെടെന്ന് തോന്നും. ഞാൻ പറഞ്ഞില്ലേ? താങ്ക് യു ആന്റി. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഓരോ ഫംഗ്ഷന് കാണുമ്പോഴും നീ ചെറുപ്പായി വരുന്നത് പോലെ. അതുകൊണ്ടാ കയ്യിലൊരു കൊച്ചിനെ കാണാത്തതല്ലേ? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എപ്പോഴാ വേദ വരുന്നത്? അവളിവിടെ തന്നെ ഉണ്ട് ആന്റി, ഒരുങ്ങിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ വരും. ആന്റി ഇരിക്കെ. ശരി എന്നാ. ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ ആയിട്ടുണ്ട്. ഈ ബ്ലൗസിൽ തൂങ്ങി കിടക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. അത് വെച്ച് പിടിപ്പിച്ചതാ. ഹിമ, ഹരിത പെട്ടെന്ന് വരാന്ന് പറഞ്ഞല്ലേ? റെഡിയാവാൻ പോയതല്ലേ, ഇപ്പൊ എത്തുമായിരിക്കും. ഹരിതയ്ക്ക് റെഡിയാവാൻ ഒട്ടും സമയം വേണ്ടെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാട്ടോ. ഹരിത റെഡിയാവുന്ന സ്പീഡ് കണ്ട നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷെ ഒരുക്കം കയറി കൃത്യമായിരിക്കും.
ഇയാള് പിന്നെ സ്റ്റൈലിഷ് ലുക്ക് അല്ലേ? അതെ, പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്ര പെട്ടെന്ന് ചേഞ്ച് ചെയ്തോ? അതെ ഹരിത, യു ആർ ലുക്കിംഗ് സോ ഗുഡ്. മിക്കവാറും എന്റെ ഇന്നത്തെ അട്രാക്ഷൻ നീ കൊണ്ടുപോകുന്ന തോന്നുന്നു. ഏയ്, ഇന്നത്തെ ചാൻസ് നിനക്ക് തന്നെയാ. ഓക്കെ, എന്റെ ഈ ഒരുക്കം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം ഒരുമിച്ച്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളെ രണ്ടുപേരെ മറികടക്കാൻ ഇനി ഒരാൾ ഈ ഓഡിറ്റോറിയത്തിൽ എത്തില്ല കേട്ടോ.